ദിവസമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനെ ചിന്തിക്കാൻ ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവെഴുത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഈ ദൈവവചന ഭാഗം നാം വായിക്കുമ്പോൾ ഈ യാക്കോബിന്റെ ഉപായത്തിലൂടെ ഈ യാക്കോബ് തന്റെ അപ്പനായിരിക്കുന്ന ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുക്കുന്ന ഒരു ചരിത്രം ഇതിനകത്ത് കാണാൻ കഴിയും. മാത്രമല്ല, ഈ യാക്കോബ് എന്ന് പറയുന്നയാള് തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഏശാവിന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തവനാണ്. പിന്നെ അപ്പന്റെ അനുഗ്രഹം കൂടെ വാങ്ങിച്ച് ആ സാഹചര്യത്തില് ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞ ഒരു അനുഗ്രഹ വചനമാണ്, അഥവാ ഒരു വാഗ്ദത്ത വചനമാണ്. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. പ്രൈസ്. വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രയോഗമാണിത്. അല്ലെ, യാക്കോബിന്റെ കൈകൾ കൃത്രിമമായി ഏശാവിന്റെ രോമമുള്ള കൈകളെ പോലെ ആക്കുവാൻ തന്റെ മാതാവിന് അല്ലെങ്കിൽ കഴിഞ്ഞുവെങ്കിലും അവന്റെ ശബ്ദം ഏശാവിന് എന്റേത് തുല്യമാക്കുവാൻ യാക്കോബിന് കഴിഞ്ഞില്ല. ഏശാവിന്റെ കൈ എന്ന് പറഞ്ഞ രോമമുള്ള കൈയാ. ആ രോമമുള്ള കൈ പോലെ ആക്കുവാൻ യാക്കോബിന്റെ കൈയാക്കുവാൻ അവന്റെ മാതാവിന് കഴിഞ്ഞു. പക്ഷെ ഏശാവിന്റെ ഈ ശബ്ദമാക്കുവാൻ, യാക്കോബിന്റെ ശബ്ദത്തെ ഏശാവിന്റെ ശബ്ദമാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ അനേക ക്രിസ്ത്യാനികളുടെ ഈ ശബ്ദം അഥവാ സംസാരം ഒരു ആത്മീയതേതുപോലെ ആയിരിക്കുമെങ്കിലും ലേലിയ സ്തോത്രം, അവരുടെ കൈകൾ അഥവാ പ്രവൃത്തികൾ ഒരു പ്രാകൃത മനുഷ്യൻ്റെതായിരിക്കുവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലും അനേക വിശ്വാസികളുടെ ശബ്ദം ലേലിയ സ്തോത്രം ഒരു ആത്മീയന്റെ ശബ്ദം പോലെ ഇരുന്നാലും അവരുടെ കൈകളുടെ പ്രവൃത്തി ജഡത്തിന്റെ പ്രവൃത്തിയായിരിക്കും, അല്ലെ പ്രാകൃത പ്രവൃത്തിയായിരിക്കും. അവന്റെ സംസാരത്തിൽ അത് വെളിപ്പെടുകയും ചെയ്യും. അങ്ങനെ അവൻ ലക്ഷ്യത്തിനായി തീരാൻ സാധ്യതയുണ്ട് എന്ന് തിരുവെഴുത്ത് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. എന്റെ എരിയ സ്തോത്രം. അപ്പൊ ഇവിടെ ദൈവവചനം പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കിടക്കുന്നുവെന്ന് മത്തായി 7:21 കാണുന്നുണ്ട്. അല്ലേ? അപ്പൊ യാക്കോബിന്റെ ബന്ധത്തിൽ ഈ വചനം വളരെ യാഥാർത്ഥ്യമാണ്. അല്ലേ? തന്ത്രത്തിലൂടെ ഈ കാലഘട്ടത്തിൽ ഈ അനുഗ്രഹം പ്രാപിച്ചെടുക്കുന്ന അനവധി യാക്കോബുമാര് ഇന്നും ദൈവസഭയിലുണ്ട്. അനവധി യാക്കോബുമാര് സൂത്രത്തിലൂടെ അല്ലെങ്കിൽ തന്ത്രത്തിലൂടെ മറ്റൊരാളെ അനുകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യാക്കോബ് യേശാവിനെ അനുകരിച്ചതുപോലെ തന്നെ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് കേരളത്തിലും ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇസഹാക്കിന്റെ അനുഗ്രഹം യാക്കോബ് തട്ടിയെടുത്തതുപോലെ അനേകർ വിവിധ സ്ഥലങ്ങളിൽ പോയി ആത്മീയന്റെ ശബ്ദം പോലെ സംസാരിച്ച് കൈകളുടെ പ്രവൃത്തി പ്രാകൃത പ്രവൃത്തി പോലെ അനേകർ നന്മകൾ കൊയ്തു കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ പോയി കഷ്ടപ്പെട്ടിട്ടാന്ന് പറയും. പക്ഷെ യാക്കോബിനെ പോലെ ഉപായിയായിട്ട് പലരും പോയി നമ്മൾ ചിന്തിക്കുന്നില്ല. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അങ്ങനെ ചെയ്യുന്നവർ കേട്ടോ, അങ്ങനെ ചെയ്യുന്നവരാണ് 99% ജനങ്ങളും ദൈവസഭയ്ക്കകത്ത്. പ്രൈസണം. അല്ലേലേ. എന്നിരുന്നാലും ഇസഹാക്ക് അല്ലേലിയ യാക്കോബിനെ അനുഗ്രഹിച്ചപ്പോൾ പറഞ്ഞ ഈ വചനം, അനുഗ്രഹവചനം നമ്മുടെ ജീവിതത്തിലത് അനുഗ്രഹമാണ്. ദൈവം നിങ്ങളോടും പറയാണ്, ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അല്ലേലിയ വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. അത് നിനക്കും തരാൻ പോവുക. അല്ലേലിയ. അപ്പൊ ഇസഹാക്ക് തന്റെ വാർദ്ധക്യത്തിൽ യാക്കോബിനെ അനുഗ്രഹിച്ചപ്പോൾ നാം വായിച്ച ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞ് അല്ലേലിയ യാക്കോബിനെ അനുഗ്രഹിച്ചു. ആകാശത്തിന്റെ മഞ്ഞ് ഭൂമിയിലെ ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഞ്ഞ് ഭൂമിയിലെ ജനങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും വളരെ അനുഗ്രഹമാണ്.
വൃക്ഷലതാദികൾക്കും ചെടികൾക്കും മറ്റുള്ള സകലത്തിനും മഞ്ഞ് പൊഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ സന്തോഷം എന്ന് പറയുന്നത്, ആ മഞ്ഞിന്റെ കുളിർമ എന്നൊക്കെ പറയുന്നത് വളരെ സുഖകരമായ ഒരു അനുഭവമാണ്. പ്രൈസ്. മഞ്ഞ് എന്നാൽ ചാറൽ എന്നാണ് നമ്മൾ വേദവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലേ? അപ്പൊ ഭൂമി മഴയെ കാണുന്നതിന് മുമ്പ് മഞ്ഞായിരുന്നു ഭൂമിയെ അല്ലെങ്കിൽ നനച്ചുകൊണ്ട്, ആകാശത്തിൽ നിന്ന് മഞ്ഞ് പെയ്താണ് ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത്. സകല വൃക്ഷലതാദികൾക്കും പക്ഷികൾക്കും പർവ്വജാതികൾക്കും സകല സസ്യങ്ങൾക്കും സകലത്തിനും തണുപ്പ് കൊടുത്തുകൊണ്ടിരുന്നത്, അവയെ നനച്ചുകൊണ്ടിരുന്നത് ആകാശത്തിൽ നിന്നും പെയ്തിറങ്ങിയ മഞ്ഞാണെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യം പറയുന്നു. 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. അല്ലേ? അപ്പം ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനഞ്ഞു വന്നു. ആ മഞ്ഞിന്റെ കുളിർമയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ലേലിയ. ഇവിടെ യഹോവയായി ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു പറയുമ്പോൾ, നിലത്തെ പൊടി കൊണ്ട് ഒരു വിഗ്രഹത്തെ, ഒരു ബിംബത്തെ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ രൂപത്തെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനും വെള്ളത്തിന്റെ നനവ് ആവശ്യമാണ്. അന്ന് ഭൂമി മഴ കണ്ടിട്ടില്ല. ഭൂമി മഴ കാണാഞ്ഞതുകൊണ്ട് ആകാശത്തു നിന്നും യഹോവയായ ദൈവത്താൽ അയക്കപ്പെടുന്ന മഞ്ഞ്, ആ മഞ്ഞുകൊണ്ട് നിലത്തെ പൊടി നനഞ്ഞു കിടന്നത് കൊണ്ടാണ് യഹോവയായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നും ചില വേദഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയും. പ്രൈസ്. എന്തിനാ സത്യമായ കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞ സകലവും ആകാശത്തെ മഞ്ഞുകൊണ്ട് നനഞ്ഞിരുന്നു. പ്രൈസ്. ഈ മഞ്ഞ് എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമാണ്. ഇതുപോലെ തന്നെയാണ് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, ശാപത്തിന് വിടുവിക്കപ്പെട്ട്, സകല അന്ധകാരത്തിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞ് പൊഴിയുന്നത് പോലെ ദൈവത്തിന്റെ അനുഗ്രഹത്തെ പകരും. മാത്രമല്ല, അവർ വസിക്കുന്ന ഭൂമിയെ ദൈവം മഞ്ഞുകൊണ്ട് നനയ്ക്കും. തന്മുഖാന്തരം ധാന്യവും വീഞ്ഞും വർദ്ധിച്ച് നിന്നെ ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. രക്തം ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? അതെ, ആകാശത്തിൽ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ദൈവം നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ പോവുക. അല്ലേലിയ. അപ്പം മഞ്ഞ് പെയ്തിറങ്ങുക എന്ന് പറഞ്ഞ വലിയ കുളിർമയാണ്. പ്രൈസലോ എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഇന്നലകൾ വേദനയോടെ, സങ്കടത്തോടെ, കണ്ണുനീരോടെ ഭാരപ്പെട്ട ചില വിഷയങ്ങളുടെ നിലവില് നീ കണ്ണുനീരൊഴുകി പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുണ്ട്. അതിന്റെ നിലവിൽ ദൈവം നിനക്ക് ആകാശത്തിൽ മഞ്ഞു പെയ്ത ഭൂമിയെ കുളിർമയിലേക്ക് കൊണ്ടുവന്ന പോലെ സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നിന്നെ നിറച്ച് നിന്റെ മനസ്സിന് ചില കുളിർമയെ ദൈവം തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കണം. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് അനവധി ആളുകൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തെക്ക് വടക്ക് കാസർഗോഡാണോ അല്ലെങ്കിൽ വയനാടാണോ എന്നറിയില്ല, അവിടെയുള്ള ഒരു ദൈവദാസന്റെ മകൾ വിശ്വാസത്തിൽ ജനിച്ചതാണ്. അല്ലെങ്കിൽ പാസ്റ്റർ കുടുംബമാണ്. അവരുടെ മകൾ വിശ്വാസത്തിൽ വന്ന് നിസാര കാരണങ്ങൾ പറഞ്ഞ് വിശ്വാസം ത്യജിച്ചെന്ന് മന്ത്രവാദത്തിന് പുറകെ പോയിരിക്കുകയാണ്. പ്രൈസലോ. എന്നിട്ട് അനുഗ്രഹങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് പെന്തക്കോസുകാരെ മുഴുവൻ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ എനിക്കറിയാം. അല്ലേലിയ. സ്തോത്രം. അങ്ങനെ അനവധികൾ അനവധികൾ. കഴിഞ്ഞ നാളിൽ റാന്നിയിൽ നിന്നൊരാൾ പിന്മാറ്റത്തിൽ വന്നിച്ച് അദ്ദേഹം അന്ധകാരത്തിന്റെ നിലയിൽ അകപ്പെട്ട അന്ധകാര ശക്തിക്ക് രൂപം കൊടുത്തിട്ട് അദ്ദേഹം പിന്നെ പെന്തക്കോസുകാരെ മുഴുവൻ തെറിവിളിച്ച് നിങ്ങൾ കണ്ടതാണ്. അങ്ങനെ അനവധി അന്ധവിശ്വാസം മനുഷ്യന്റെ ഉള്ളിൽ ഉടലെടുത്ത് സാത്താൻ അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാത്താൻ അനേകരെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ യഥാർത്ഥമായി ദൈവത്തിന്റെ ഉറപ്പോടെ വിശ്വസ്തോടു കൂടി നിന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും സമൃദ്ധിയും തന്നു നിന്നെ നിറയ്ക്കും ദൈവം. ആകാശത്തിന് മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന്. സ്തോത്രം. നമ്മൾ ചിന്തിക്കാൻ ചില സാധ്യതയുണ്ട്. പിന്മാറ്റക്കാർക്ക് അത് കിട്ടുമോ? പിന്മാറ്റക്കാരൻ യഥാർത്ഥമായി മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ദൈവത്തോട് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവമാകെ സാഷ്ടാംഗം വീഴുന്നെങ്കിൽ, ലേവിയ,
ദൈവം തന്റെ ജനത്തെ ചേർത്ത് പിടിക്കും, തള്ളിക്കളയില്ല. രക്തം ചെയ്യും. ഫ്രീസറോ. അപ്പൊ നമുക്കൊരു മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ആവശ്യമാണ്. രക്തം ചെയ്യും. അപ്പം അല്ലേ സ്തോത്രം. അപ്പം മഴ കാണുന്നതിന് മുമ്പ് തന്നെ അവൻ ആകാശത്തിൽ നിന്ന് മഞ്ഞ് പെയ്ത് ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നു എന്ന ദൈവത്തിനെ കാണാൻ കഴിയും. അപ്പൊ ഈ മഞ്ഞ് പോകി നിലമൊക്കെയും നനച്ചതിന് ശേഷം മാത്രമേ ഭൂമിയിൽ സസ്യങ്ങൾ വളരുവാൻ ആരംഭിച്ചത്. ഈ മഞ്ഞ് പെയ്ത് നിലമെല്ലാം നനച്ചതിന് ശേഷമാണ് സസ്യങ്ങളെല്ലാം വളർന്നു തുടങ്ങിയത്. അല്ലേറിയ. അപ്പൊ ചെടികളും സസ്യങ്ങളും വളർന്ന് അല്ലേറിയ പുഷ്പിക്കുന്നത്, പുഷ്പങ്ങൾ വാസന നൽകുന്ന ഈ മഞ്ഞ് പെയ്ത് ഇറങ്ങുന്നത് കൊണ്ടാണ്. ഈ കാലഘട്ടം നമുക്ക് നേരിട്ട് നോക്കിയാൽ ഇത് കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ ഈ വർഷകാലം മാറി വേനൽക്കാലം വന്നു കഴിയുമ്പോൾ കൊടിയ ചൂടിന്റെ അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ഭൂമിയിലെ സകല സസ്യാദികളും കരിഞ്ഞുണങ്ങി, സകല ചെടികളും കരിഞ്ഞുണങ്ങുമ്പോൾ അല്ലേറിയ സകല വൃക്ഷലതാദികൾക്കും വെള്ളം കിട്ടാതെ വരുമ്പോൾ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഞ്ഞ് ഭൂമിയെ നനച്ചിട്ട് വൃക്ഷങ്ങളുടെ വേരുകൾ ആ നനവിനെ വലിച്ചെടുത്ത് ആ വൃക്ഷത്തെ നല്ല പച്ചപ്പായിട്ട് നിർത്തും. മാത്രമല്ല ചെടികളുടെ വേരുകളൊക്കെ ഈ മഞ്ഞിന്റെ തണുപ്പ് കൊണ്ട്, മാത്രമല്ല ഈ ചെടികളിൽ വീഴുന്ന മഞ്ഞുകൊണ്ട് എന്ത് ഈ ചെടികളെല്ലാം നന്നായിട്ട് പുഷ്പിച്ച് നല്ല സുഗന്ധം പരത്തും. ഇതുപോലെയാണ് നമ്മളെ ഏത് സാഹചര്യത്തിൽ ദൈവം നിർത്തുന്നത് കേട്ടോ. നമുക്ക് ഈ വർഷകാലവും വേനൽക്കാലവും ഒക്കെ രണ്ടും. വർഷകാലത്ത് വളരെ പ്രതിസന്ധിയാണ്, വേനൽക്കാലത്ത് നല്ല ചൂടാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാറി മാറി വരുന്ന നമ്മുടെ കാലാവസ്ഥകൾക്ക് അനുസൃതമായി ദൈവം നമ്മെ നടത്തുന്ന പോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവിന്റെ ജീവിതത്തിൽ മാറി മാറി വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നിന്നെ നടത്താൻ ശക്തനാണ്. അല്ലേരിയ. വിശ്വസിക്കുന്നുണ്ടോ? സുവിശേഷം മുഖാന്തരം ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് കഷ്ടം സഹിക്കേണ്ടി വന്ന പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ കാരാഗ്രഹത്തിനകത്തും പൗലോസിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. അവരാവശ്യമായി ധാന്യവും ബീജവും ഒക്കെ അവന്റെ ജീവിതത്തിലേക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ പൗലോസിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ര ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രൈസറോ. അപ്പൊ നമ്മൾ ഏത് കഷ്ടതയിലൂടെ കടന്നു പോയാലും ദൈവം നമ്മെ കൈവിട്ട് കളയത്തില്ല. ചിലവർ എന്നെ ദൈവം കൈവിട്ട് കളഞ്ഞു, ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, ദൈവം എന്നെ മറന്നുപോയി, ഇതെല്ലാം എന്റെ തലവിധിയാ, ഞാനിതെല്ലാം അനുഭവിക്കണം, ഞാൻ മടുത്തു, മരിച്ചാ മതി, ദൈവം ഇല്ല എന്നൊക്കെ പറയുന്ന അനവധി മൂഢരായി പോയവർ നമ്മുടെ ഇടയിലുണ്ട്. അന്ധവിശ്വാസത്തിനെതിരായി അകൃത്യങ്ങളിലേക്ക് വീണ്ടും പിന്തിരിഞ്ഞു പോയവർ, അങ്ങനെയുള്ളവരുണ്ട്. അവരോടല്ല ഞാൻ ഈ വചനം പറഞ്ഞത്. അല്ലേലിയ. ദൈവത്തെ അനുസരിക്കുന്നവരോടാണ്. പ്രയോജനം. അല്ലേലിയ. എന്നാലും നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയുന്നത് അല്ലേലിയ സഹോദരൻ, ഭൂമി സകല സസ്യങ്ങളും വളർന്ന്, സകല ചെടികളും വളർന്ന്, ചെടികളിലെല്ലാം പുഷ്പങ്ങൾ വിരിഞ്ഞ് ആ പുഷ്പങ്ങൾ സൗരഭ്യവാസന വീശി സകല ജനങ്ങൾക്കും നല്ല സൗരഭ്യം പകരുന്നത് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചതിന്റെ, കുടുംബത്തെ അനുഗ്രഹിച്ചതിന്റെ, തലമുറയെ അനുഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പുഷ്പങ്ങൾ സൗരഭ്യം വീശുന്നത് പോലെ നീ മറ്റുള്ളവർക്ക് സൗരഭ്യമാകാൻ പോവുകയാണ്. എന്റെ കഷ്ടതകളെ ദൈവം മാറ്റിത്തരും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാൽ മതി. ദൈവത്തിനും വിശ്വസിക്കുന്നതിന് മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി. ദൈവത്തെയും വിശ്വസിക്കണം, വചനത്തെ വിശ്വസിക്കണം. അല്ലേരിയ. ദൈവാത്മാവ് നമ്മൾ പറയുന്ന വാഗ്ദത്തത്തെ വിശ്വസിക്കണം. അല്ലേരിയ. അങ്ങനെയാണെങ്കിൽ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം അല്ലേരിയ നിന്നെ അനുഗ്രഹിക്കും. അപ്പന്റെ അനുഗ്രഹം വാങ്ങിയെടുത്ത അല്ലേരിയ സ്തോത്രം യാക്കോബ്, യേശാവിന്റെ ജ്യേഷ്ഠ അവകാശം തട്ടിയെടുത്ത യാക്കോബ്, ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ അവൻ പ്രാങ്ങിയെടുത്തു എന്ന് പറയുമ്പോൾ അവനെത്ര തന്ത്രശാലിയായിരിക്കും അല്ലെ, സൂത്രക്കാരനായിരിക്കും അല്ലെ. അല്ലേരിയ. ചില സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തോട് മല്ലുപിടിച്ച് പ്രാർത്ഥിക്കേണ്ടേക്ക് വരും. ശ്രീശ്വരോ. യാക്കോബ് മല്ലുപിടിച്ച് പ്രാർത്ഥിച്ചതുപോലെ നീ ഒന്ന് മല്ലുപിടിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്റെ മൽപ്പിടുത്തത്തിന് മറുപടി നൽകും. യാക്കോബ് പറഞ്ഞത് എന്താണ്? യാബോക്ക് നദിക്കരയിൽ വെച്ച് ദൈവത്തിന്റെ വൃക്ഷമായി ദൈവദൂതനുമായി മല്ലുപിടിച്ച് പറഞ്ഞ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന. അങ്ങനെ ഒരു കരഞ്ഞ നിലവിളിയുടെ പ്രാർത്ഥന സഹോദരൻ നിനക്കുണ്ടോ?
എന്നെ കേൾക്കുന്ന മാതാപിത സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ നീ ഇരുന്ന് പിറുപിറുക്കാതെ, കണ്ണുനീരിന്റെ അനുഭവം കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ദാരിദ്ര്യം കടന്നു വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, നിന്ദകൾ അപമാനങ്ങളൊക്കെ നിനക്ക് ജീവിതത്തിനെ ആഞ്ഞടിക്കുമ്പോൾ നീ അതിന്റെ പിന്നാലെ ഇരുന്ന് പിറുപിറുക്കാതെ, ഹല്ലേലൂയ, നീ ദൈവസ്നേഹം മഞ്ഞുകെട്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകണം, എന്റെ പ്രതിസന്ധികളെ മാറ്റണമെന്ന് നീ ദൈവത്തോട് ആജ്ഞാപിക്കുന്നെങ്കിൽ, ശരിയാ, നമ്മൾക്ക് ദൈവത്തോട് ആജ്ഞാപിക്കാൻ പറ്റുമെന്നില്ല. ദൈവം നമ്മോട് ഇങ്ങോട്ടല്ലേ ആജ്ഞാപിക്കും. കാരണം രാജാവാണല്ലോ യജമാനുള്ള പ്രജകളോട് ആജ്ഞാപിക്കുന്നത്. പ്രജകൾക്ക് അങ്ങോട്ട് ആജ്ഞാപിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ദൈവം പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് പറയണം നിങ്ങളുടെ ആവശ്യങ്ങൾ. ഹല്ലേലൂയ. അപ്പം ദൈവം എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്ന മാലാഖയുടെ പുസ്തകം 3:6. അപ്പൊ നമ്മൾ മാറിപ്പോയാലും, മനുഷ്യൻ വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോയാലും, മനുഷ്യൻ അവിശ്വസ്തനായി തീർന്നാലും, നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞിട്ട് മാറാതെ, ദൈവം അവിശ്വസ്തനായി തീരാതെ നമ്മുടെ ഇടയിൽ വിശ്വസ്തനായി നിൽക്കുന്നത് കൊണ്ട് നിന്റെ സകല കഷ്ടതയും ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ പുഷ്പങ്ങളെല്ലാം പൂത്ത് സൗരഭ്യം വരുന്നത് പോലെ ഈ മഞ്ഞ് തന്നെ, ഈ ഹല്ലേലൂയ സ്തോത്രം, മണലിൽ നിന്നും ജീവൻ ഉണ്ടാകുവാൻ ഹല്ലേലൂയ അവസരമുണ്ടായി. ഈ മഞ്ഞ് തന്നെയാണ് മണ്ണിൽ നിന്നൊരു ജീവനെ ഹല്ലേലൂയ എടുക്കുവാൻ പ്രയോജനപ്പെടുത്തിയത്. ഈ മഞ്ഞ് നനഞ്ഞു. ഈ നനഞ്ഞ മണ്ണ് കൊണ്ട് നനഞ്ഞ മണ്ണ്, ആ നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതി. ആ ജീവശ്വാസം അവനെ ജീവന്റെ ദേഹിയാക്കി തീർന്നാഥവനെ, ഹല്ലേലൂയ സ്തോത്രം. മാത്രമല്ല, സകല ജീവികൾക്കും ഈ മഞ്ഞ് കുളിർമ നൽകിയിരുന്നു. ദൈവം സൃഷ്ടിച്ച സകലത്തിനും മഞ്ഞ് ഒരു കുളിർമയായിരുന്നു. സ്തോത്രം. അത് പുഷ്ടിച്ചു നിൽക്കുവാൻ. അതുകൊണ്ടാണ് ഈ മഞ്ഞ് പെയ്ത് ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഭൂമി പുഷ്ടി കൊണ്ട് നിറഞ്ഞു ഫലം കായ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ ആദാമിന്റെയും ഹവ്വയുടെയും പാപം ജീവിതത്തിൽ പെരുകിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മഞ്ഞുകൊണ്ട് പുഷ്ടി വരുത്തിയിരുന്ന ഈ ഭൂമിയുടെ മുഖം തന്നെ മാറിപ്പോയി. ഏതൻ തോട്ടത്തിന്റെ അനുഭവം തന്നെ മാറിപ്പോയി. ആദമിനെയും ഹവ്വയെയും ദൈവം തോട്ടത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ഏതൻ തോട്ടത്തിൽ നിന്ന് കെരൂബുകളെ തിരിയുന്ന വാളുമായി കെരൂബുകളെ അവിടെ കാവലാക്കി. ആദവും ഹവ്വയും തോട്ടത്തിന് പുറത്ത് ഇപ്പോൾ അവരുടെ മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ട ഭൂമിയിലാണ്. അവിടെ നിന്നാണ് മനുഷ്യന്റെ ജനനമൊക്കെ അങ്ങോട്ട് തുടങ്ങുന്നത്. അതുവരെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ്. പിന്നെ ആദമിലും അവിടെ ജനിച്ച മനുഷ്യൻ മുഴുവൻ ഈ മുള്ളും പറക്കാരെ കൊണ്ട് നിറയപ്പെട്ട ഭൂമിയിൽ വേദനയോടെ ജീവിക്കുക. അതിന്റെ നടുവിലാണ് നാം ആദാമി വർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് ഓർത്തിട്ട് നമ്മൾ യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തിൽ വിശ്വസിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുമ്പോൾ ആകാശത്തിൽ മഞ്ഞ് പെയ്തിറങ്ങി ഭൂമിയെ നനച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് ആകാശത്തിലെ അനുഗ്രഹങ്ങളെ, സ്വർഗീയ അനുഗ്രഹങ്ങളെ തന്ന് നിറയ്ക്കുവന്ന് മടങ്ങി വരവ് ആവശ്യമാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. മടങ്ങി വരണം. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ഈ മഞ്ഞ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അടയാളമാകുന്നു എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഈ ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങിക്കൊണ്ടിരുന്ന മഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അടയാളമാകുന്നു എന്ന് ഞാൻ വായിച്ചപ്പോൾ, ആ മഞ്ഞുകൊണ്ട് നനയുന്ന പരിശുദ്ധാത്മാവാകുന്ന മഞ്ഞുകൊണ്ട് നിന്നെ ദൈവം നിറച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയപ്പെട്ട് കഴിയുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മഹത്വമായ ഫലങ്ങളും വരങ്ങളും പ്രവർത്തിക്കണം. അല്ലേ? വരങ്ങളും ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ ആകാശത്തിൽ നിന്ന് മഞ്ഞ് പെയ്ത് ഭൂമിയെ നനച്ചു കഴിഞ്ഞപ്പോൾ സകല വൃക്ഷലതാദികളും ചെടികളും എല്ലാം വളരെ പൂത്തു നിറഞ്ഞ് പുഷ്പിച്ച് ഫലം തന്നതുപോലെ ഈ മഞ്ഞ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് അടയാളമായി പറയും. ഈ പരിശുദ്ധാത്മാവാകുന്ന മഞ്ഞ് നിന്റെ മേൽ പെയ്തിറങ്ങി കഴിയുമ്പോൾ ആ വൃക്ഷലതാദികൾ, ആ ചെടികളെല്ലാം ഫലം തന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഫലം നിന്നിൽ നിന്ന് പുറപ്പെടണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മൾ പുറപ്പെടുന്നില്ലെങ്കിൽ നമ്മളെ വിളിക്കുന്ന പ്രാകൃതൻ എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലം നിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മുടെ പേര് പ്രാകൃതനെന്നാ, ചെടികനെന്നാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ട് നമ്മെ പ്രാകൃതനെന്നും ചെടിക്കെന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് ആത്മീകൻ എന്ന പേര് തന്നത്.
ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് മഞ്ഞ് പോലെ നിന്റെ ജീവിതത്തിൽ പെയ്തിറങ്ങി കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം നിന്റെ ഉള്ളിലുണ്ടായി. എന്താണ് ആത്മാവിന്റെ ഫലം? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, ഹല്ലേലൂയ, ആത്മാവിന്റെ ഫലമോ. ഗലാത്യ ലേഖനം 5 ഹല്ലേലൂയ സ്തോത്രം 22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. അപ്പം പരിശുദ്ധാത്മാവാകുന്ന മഞ്ഞ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ആത്മാവിന്റെ ഫലം നമ്മുടെ മേൽ വരണം. പരിശുദ്ധമാകുന്ന മഞ്ഞ് നമ്മുടെ മേൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ജഡത്തിന്റെ പ്രവൃത്തിയായിരുന്നു, പ്രാകൃതനായ ജഡികനായ മനുഷ്യന്റെ പ്രവൃത്തിയായിരുന്നു. അതാണ് ഹല്ലേലൂയ സ്തോത്രം മുകളിൽ 18 ഗലാത്യ ലേഖനം 5:18 വാക്യം പറയുന്നത്. അവിടെ എന്താണ് പറയുന്നത്? ജഡത്തിന്റെ പ്രവൃത്തികൾ ദുർനട, പശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തവൃക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്തം മുതലായ 15 പരിപാടി നിന്റെ ജീവിതത്തിൽ ഇന്നുകൊണ്ട് സഹോദര. മാനസാന്തരപ്പെടാത്ത സഹോദരി, മാനസാന്തരപ്പെടാത്ത സഹോദര സഹോദരി, ഇന്ന് നീ ജഡത്തിലാണ് ജീവിക്കുന്നത്. നീ ഒരു പ്രാകൃത മനുഷ്യനാണ്, നീ ഒരു ജഡിക മനുഷ്യൻ. നീ ആത്മീയനായി മാറണമെങ്കിൽ, ആത്മീയനായി മാറി ആത്മാവിന്റെ ഫലം നിന്റെ ഉള്ളിൽ പുറപ്പെടുവിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയപ്പെടണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയപ്പെട്ട് വരുന്നെങ്കിൽ മാത്രമേ നിനക്ക് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. അല്ല നിന്റെ ഉള്ളു മുഴുവൻ വെറുക്കൂത്തിന്റെ സ്വഭാവമായിരിക്കും. നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിയാട്ടെ ജനത്തെ. നിങ്ങൾ നിൽക്കുന്ന ദേശത്ത് നോക്കണം, അയൽവാസികളെ നോക്ക്, നിങ്ങൾ നിൽക്കുന്ന സമൂഹത്തെ നോക്കണം, സഭയ്ക്കകത്ത് നോക്കണം, നിങ്ങളുടെ ഭവനത്തിൽ നോക്കണം. ഹല്ലേലൂയ. പ്രാകൃത മനുഷ്യനെ കാണാം, ജഡികന്മാരായിരിക്കുന്ന മനുഷ്യനെ കാണാം. ഹല്ലേലൂയ. ആത്മാവിൽ നിറയപ്പെട്ടവൻ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നമുക്ക് ആവശ്യമാണെന്നുള്ള ദൈവവചന സത്യത്തെ നമ്മൾ തിരസ്കരിച്ച് കളയരുത്. ആ വചനത്തെ നമ്മൾ ഉപേക്ഷിച്ച് കളയരുത്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് നമുക്ക് ആവശ്യമാണ്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനത്തെ, അവരെയാണ് ദൈവജനം എന്ന് വിളിക്കുന്നത്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചവരെയാണ് വിശ്വാസി എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ലോകം മുഴുവൻ എല്ലാവരും വിശ്വാസി എന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ എല്ലാവരും വിശ്വാസി എന്ന് പറയുമ്പോൾ ഇവിടെ കർത്താവ് എല്ലാവരും വിശ്വാസിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. കാരണം കർത്താവ് എല്ലാവരും വിശ്വാസിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ പാപത്തിന്റെ പ്രവർത്തികളെ നീക്കിക്കളഞ്ഞ്, ജഡത്തിന്റെ പ്രവർത്തികളെ നീക്കിക്കളഞ്ഞ്, പ്രാകൃത സ്വഭാവം, ജഡിക സ്വഭാവം മാറ്റിക്കളഞ്ഞ് ഈ ലോകത്തിന്റെ വെറുക്കുത്തുനിന്ന് മാറി, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് ആത്മീയമായത് പുറപ്പെടുന്ന നീ ഒരു ആത്മീയനായി മാറും. ദൈവരാജ്യം നിന്റെ അവകാശമാകും. നിനക്ക് നിത്യജീവനെ കിട്ടും. അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് മഞ്ഞുപോലെ നിന്റെ മേൽ പെയ്തിറങ്ങുമ്പോൾ നിനക്കൊരു കുളിർമയോടെ ജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ എല്ലാരും വിശ്വാസികളല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ വീണ്ടും യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിച്ചവരാണ് വിശ്വാസികൾ. ഹല്ലേലൂയ. രക്തം ചെയ്യും. പിന്നെ സമൂഹം എല്ലാവരും അങ്ങ് വിശ്വാസികൾ എന്നൊക്കെ പറയുക. ഹല്ലേലൂയ. അത് പറഞ്ഞോട്ടെ, നമുക്ക് എന്താ കുഴപ്പമില്ല. പക്ഷെ വേദപുസ്തകം പഠിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്നോട് ഒരാൾ ചോദിച്ചു, വേദപുസ്തകം എന്നാ ഉണ്ടായത്? വേദപുസ്തകം ഉണ്ടാകുന്ന മുമ്പേ ഞങ്ങളുടെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാ, വേദപുസ്തകം ഉണ്ടാകുന്ന മുമ്പേ നിങ്ങളുടെ പുസ്തകം ഉണ്ടായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വലിയ പുള്ളിയാ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില പുള്ളികളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. വേദപുസ്തകത്തിന് മുമ്പേ എന്തോ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പുസ്തകം ഉണ്ടായിരുന്നു പറയുന്ന ചില മന്ദബുദ്ധികളുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സമയത്ത് വേദപുസ്തകത്തിന് മുമ്പ് ഇവിടെ ഒരു പുസ്തകമില്ലായിരുന്നു. ദൈവം ആദ്യ പ്രമാണം കൊടുത്തത് മോശയ്ക്കാണ്. മോശയോട് ദൈവം പറയുന്നത്, നീ കൽപ്പലക 2 കൽപ്പലക ചെത്തി നീ പർവ്വതത്തിൽ കയറുക. അങ്ങനെ മോശ കൽപ്പലകയും ചെത്തി പർവ്വതത്തിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്ത കൽപ്പന ആദ്യത്തെ പ്രമാണം. അതിനു മുമ്പ് ഇവിടെ ഒരു പ്രമാണവും ഇല്ലായിരുന്നു. പിന്നീട് ഇവിടെ ഉണ്ടായ പ്രമാണങ്ങളൊക്കെ കോപ്പി അടിച്ചുണ്ടായതാ, സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് അവർക്ക് എഴുതിയത് ഐതിഹ്യങ്ങൾ, ഐതിഹ്യങ്ങളൊക്കെയാ. ഹല്ലേലൂയ. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു പുസ്തകം, യഥാർത്ഥമായ ആത്മാവിൽ അല്ലെങ്കിൽ ഒരു പുസ്തകം. അപ്പം ദൈവത്തിന്റെ വചനം ആകാശത്തിന് മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവം തന്റെ ദാസന്മാരെ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് മഞ്ഞ് പോലെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനത്തെ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാസന്മാരെ കൊണ്ട് ദൈവം എന്ത് ചെയ്തു? സത്യവേദ പുസ്തകം എഴുതിച്ചു.
അല്ലേരിയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലയ, പരിശുദ്ധമാകുന്ന മഞ്ഞ് നിന്റെ മേൽ പെയ്തിറങ്ങാം. നിന്റെ ശരീരത്തിന്, നിന്റെ ജീവിതത്തിന്, മനസ്സിന്, ഹൃദയത്തിന് കുളിർമയേകാൻ. അല്ലേരിയ. ഇന്നും നീ തണുത്തും മരവിച്ചിരിക്കുന്ന ഒരനുഭവമല്ലേ? ഒരു കുളിർമയുടെ അനുഭവം നിനക്കുണ്ടോ? അല്ലേരിയ. നീ മടങ്ങി വാ സഹോദര. നിന്നെ, നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം എത്ര കാലമായി നീ പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും തടിയോടും വലരി എന്നുവേണ്ട വിവിധ മേഖലകളിൽ നിന്റെ ചോര വിയർപ്പാക്കി നീ അമ്മ പണിയെടുക്കുന്നു, നീ അധ്വാനിക്കുന്നു. ചോര വിയർപ്പാക്കി നീ പണിയെടുത്ത പണം വൈകിട്ട് നിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒന്നുമില്ലാതെ എല്ലാം തകർത്ത് തരിപ്പണമായി നീ വീണ്ടും പഴയതുപോലെ പ്രാകൃത മനുഷ്യനാകുന്ന സ്വഭാവം, ജഡികനാകുന്ന സ്വഭാവം നിന്റെ ജീവിതത്തിലില്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധന്മാവിൽ ദൈവം നിന്നെ നിറച്ചു കഴിയുമ്പോൾ നീ ദൈവത്തിന് വിധേയപ്പെട്ട നിന്റെ അധ്വാന ഫലം നീയും നിന്റെ മക്കളും അനുഭവിക്കണം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നുവെന്നാണ് 128 സങ്കീർത്തനം പറയുന്നത് കേട്ടോ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നുവെന്നല്ല, അവിടെ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ പേര് പറഞ്ഞിട്ടുണ്ട്. 128 സങ്കീർത്തനം വായിക്കണം. അപ്പൊ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും എന്ന് പറഞ്ഞ് വായിച്ച് താഴോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയും നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ. അപ്പൊ നിന്റെ അധ്വാന ഫലം നീ കൊണ്ടൊന്നും മറ്റൊരാൾക്ക് കൊടുക്കരുത്. നീ രാവിലില്ലാതെ അധ്വാനിച്ചതേ ദൈവത്തിന്റെ അല്ലെങ്കിൽ കൃപ നിനക്ക് തന്ന നീ അധ്വാനിച്ച് നീ ഉണ്ടാക്കിയ പൈസ കൊണ്ട് വന്ന് ഇവിടുത്തെ കള്ളുഷാപ്പുകാരനും ബീവറേജുകാരനും ഇവിടുത്തെ മയക്കുമരുന്നുകാരനും ചിട്ടിക വ്യഭിചാര പരസംഘശാലകളിൽ നീ കൊടുക്കരുത്. അന്യസ്ത്രീയുടെ വശീകരണത്തിൽ നീ വീട് പോകരുത്. ഇവിടുത്തെ ഇന്റർനെറ്റും ചാറ്റിനും നീ വിധേയപ്പെട്ടു പോകാതെ അശ്ലീലമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം നിന്റെ അധ്വാന ഫലം കൊടുക്കാതെ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നണം. അവിടെ നീ തന്നെ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് നിന്റെ വീട്ടിനകത്ത് നിന്റെ ഭാര്യ ഫലപ്രദമായ മുദ്രവടിയായി, നിനക്ക് ഫലപ്രദമായ മുദ്രവടിയായി. നിന്റെ മക്കൾ മേശയ്ക്കിട്ട് ഒലിവിതകൾ പോലെ. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ കുടുംബം എന്ന് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ മടങ്ങി വാ. വിവാഹ നാളിലൊക്കെ നമ്മൾ ഈ ദൈവത്തിന് ആശംസയായിട്ടൊക്കെ പറയാറുണ്ട്. ദൈവ വിവാഹത്തെ അനുഗ്രഹിക്കുന്ന എനിക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ചേർത്ത് കൊടുക്കുന്ന ദൈവദാസന്മാർ ഈ വചനമൊക്കെ പറയും. ആശംസ വചനമൊക്കെ പറയുമ്പോൾ നമ്മളെ ഈ വചനമൊക്കെ വായിപ്പിക്കും. ലേരിയ. പക്ഷെ വായനയുള്ളൂ, ജീവിതത്തിലില്ല. അങ്ങനെ വായിച്ച് കല്യാണം കഴിച്ചിറങ്ങി വന്നവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാണ്. ജീവിതമില്ല. ഇന്ന് പലർക്കും ജീവിതമില്ല, വായനയുണ്ട്. വായന കൊണ്ട് കാര്യമായില്ല, സ്വാഭാവിക ജീവിതം ഉണ്ടാകണം. നീ വായിച്ചത് മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധന്മാർ മഞ്ഞുപോലെ വീതിറങ്ങി നിന്റെ ശരീരത്തിന് ഹൃദയത്തിന് കുളിർമയേകി ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ. ഭൂമിയിലെ വൃക്ഷലതാദികൾ, ഭൂമിയിലെ ചെടികളും പുഷ്പങ്ങളും ഒക്കെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഇന്ന് പണ്ട് മഴയുണ്ടാകുമ്പോൾ മഞ്ഞ് പെയ്തു, ഇന്ന് മഴയുണ്ട്. അതുകൊണ്ട് ഒന്നീ മഞ്ഞിന്റെ നനവ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ നനവ് വേണം ഭൂമിയിലെ സകലതും അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ. എന്നാൽ മനുഷ്യൻ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആകാശത്തിൽ പെയ്തിറങ്ങുന്ന മഞ്ഞും അല്ലെങ്കിൽ ദൈവം അയക്കുന്ന മഴ കൊണ്ടും നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. ഭൂമിക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും. മനുഷ്യൻ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന അനുഭവം, ദൈവത്തിന്റെ പരിശുദ്ധ മഞ്ഞു പോലെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുന്ന പരിശുദ്ധാത്മാവുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വന്നു കഴിയുമ്പോൾ, നമ്മുടെ ഹൃദയത്തിന് കുളിർമ വന്നു കഴിയുമ്പോൾ, നമ്മുടെ ഹൃദയത്തിന്റെ കുളിർമയ്ക്കകത്ത് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ആത്മാവിന്റെ ഫലം. അപ്പൊ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ എന്ത് ചെയ്യണം? ഈ പരിശുദ്ധാത്മാവാകുന്ന മഞ്ഞ് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലേക്ക് പെയ്തിറങ്ങണം. രക്തം ചെയ്യും. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവ് പിതാവേ, നീ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവനാണോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണോ? ഹല്ലേലൂയ. ഒരിക്കലൊരു സഹോദരൻ പറയാ, ദൈവസഭയ്ക്കകത്ത് കൂടിയിരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ഒരു സഹോദരിയോട് പറയാ, എനിക്ക് ഈ അന്യഭാഷയൊന്നും ഇഷ്ടമില്ല. പുള്ളി വന്നിരുന്ന് ഉറക്കുക. എല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കും, പുള്ളി ഭയങ്കര ഉറക്കുക. അവസാനം പുള്ളി ഒരിക്കൽ സഹോദരൻ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ അന്യഭാഷയൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പ്രാകൃതനല്ലേ? സഭയ്ക്കകത്തായിരിക്കുന്നെങ്കിലും പ്രാകൃതൻ, സഭയ്ക്കകത്തായിരിക്കുന്നെങ്കിൽ ജഡികൻ. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവർത്തികൾ കൊണ്ട് സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന സ്വഭാവേ, ഇന്ന് പകൽ നീ സഭയ്ക്ക് നീ ഒരു ഉപദ്രവകാരിയാണ്.
ജഡത്തിന്റെ പ്രവൃത്തിയുമായി സഭയ്ക്കകത്തിരിക്കുന്ന നീ മുഖാന്തര സഭ തകരും, നീ മുഖാന്തര സഭയ്ക്ക് ഉടച്ചിലുണ്ട്. അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തി വിട്ട് നീ സഭയെ തകർക്കുന്നവനായി മാറാതെ പരിശുദ്ധാത്മാവ് മഞ്ഞുപോലെ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പെയ്തിറങ്ങി ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് നീ ദൈവസഭയ്ക്ക് മുതലായി മാറണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് മഞ്ഞുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഇറങ്ങാത്തത് കൊണ്ടാണ്, ആത്മാവിന്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്, വിശ്വാസത്തിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, ദൈവദാസന്മാരെ വിരച്ചുള്ള ദൈവദാസന്മാരെ ചീത്ത വിളിക്കുന്നത്, ഹല്ലേലൂയ, പരസ്പരം സഭയ്ക്കകത്ത് കലഹമുണ്ടാക്കുന്ന, അടിയുണ്ടാക്കുന്നത്, കസേര വലിച്ചെറിയുന്ന കമ്മിറ്റിക്കാർ, പ്രസിഡന്റ് എന്ന് പറഞ്ഞ് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ ഒക്കെ ഇവരങ്ങ് തമ്മിലങ്ങോട്ട് അടിക്കും. സഭയ്ക്കകത്ത് ചുറ്റും അപ്പോസ്തലന്മാർക്ക് 12 കസേര കുറഞ്ഞു പോയ പ്രശ്നം, ആ മാറി ഒരാൾ ഇരുന്ന പ്രശ്നം, 1, 2, 3, 4 മാനങ്ങൾക്ക് മാറ്റം കഴിഞ്ഞാൽ അതിൻ്റെ മുഖം പെറുപിറക്ക്. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് മഞ്ഞ് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പെയ്തിറങ്ങി ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാത്തവൻ ജഡത്തിന്റെ പ്രവൃത്തിയോടെ സഭയ്ക്കകത്ത് ഇരുന്നാൽ സഭയ്ക്കകത്ത് ഭിന്നത വരുമെന്ന്. ഹല്ലേലൂയ. രക്തം ചെയ്യും. സഭയെ കലക്കുന്നവർ, സഭയെ നശിപ്പിക്കുന്നവർ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവ് മഞ്ഞു പോലെ നമ്മൾ വന്നിറങ്ങി നിറയണം. ഹല്ലേലൂയ. അപ്പൊ ചെറിയ മേഘം മഞ്ഞിനെ കൊണ്ടുവരുന്നു. ചിലർ ഈ 2 വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ ചെറിയ മഞ്ഞ് എന്ത് ചെയ്യും? ഹല്ലേലൂയ, അത് മഴയെ കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പൊ മഞ്ഞുപാളി പോലെയുള്ള മേഘം അല്ലെ പൊങ്ങുമ്പോൾ നീർത്തുള്ളികൾ മഞ്ഞായി പൊഴിയുവാൻ തുടങ്ങുന്നു. മഞ്ഞുപാളി പോലെയുള്ള മേഘം അലിയ ഉയർന്നു പോകി വരുമ്പോൾ അതാണ് മഞ്ഞിനെ മുകളിൽ ചെന്നിട്ട് ആകാശത്തിന് ഉരുക്കിയിട്ട് ആ മഞ്ഞുപാളികൾ ഉരുകി എന്ത് ചെയ്തു? മഴത്തുള്ളികളായിട്ട് ഭൂമിയിലേക്ക് പെയ്തിറങ്ങും. വളരെ അധികം മഞ്ഞ് പെയ്യുമ്പോൾ വലിയ മഴയുണ്ടാകും. മഞ്ഞുപാളികളുടെ അവിടെ അത് ഉയർന്ന അന്തരീക്ഷത്തിൽ ചെന്നിട്ട്, ആകാശത്തിൽ ചെന്നിട്ട് ആ മഞ്ഞുതുള്ളികൾ ഉരുകിയതയും ചെറിയ മഞ്ഞുതുള്ളികൾ വലിയ മഴയായി മാറി ഭൂമിയെ മുഴുവൻ പുഷ്ടി കൊണ്ട് നിറയ്ക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഈ മഞ്ഞുപാളി പൊങ്ങി അത് തണുത്തുരുകി ഭൂമിയിലേക്ക് വൻമഴയായി ചൊരിഞ്ഞതുപോലെ പരിശുദ്ധമാകുന്ന ആ മഞ്ഞതിന്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അത് ആത്മാവിന്റെ ഫലങ്ങളായി നിന്ന് പുറപ്പെടണം. ആത്മാവിന്റെ ഫലങ്ങളായി പുറപ്പെടണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവൻ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് കലഹമുണ്ടാകത്തില്ല. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവൻ ഭാര്യയെ ചീത്ത വിളിക്കത്തില്ല, ഭാര്യയെ അടിക്കത്തില്ല. പരിശുദ്ധാത്മാവാകുന്ന മഞ്ഞിനാ നിറയപ്പെട്ടവൻ വ്യഭിചാരത്തിന് പോകത്തില്ല, അന്യസ്ത്രീയെ മോഹിക്കത്തില്ല. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവൻ കളവ് ചെയ്യത്തില്ല, മോഷ്ടിക്കത്തില്ല, അവന് അധികാര സ്ഥാനമാനങ്ങൾക്കുള്ള വെപ്രാളമില്ല, അവന് ദിവ്യാഗ്രഹമില്ല, അവന് കൊള്ളപ്പലിശ വേണ്ട. അല്ലെങ്കിൽ അവൻ സൗമ്യനായി അല്ലെങ്കിൽ ശാന്തനായി സഭയ്ക്കകത്തും ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവനായിരിക്കും. നിങ്ങളിത് പറയുമ്പോൾ ചിലർക്കൊക്കെ അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ വരുമെന്ന് വന്നാലും ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാനീ പറയുന്ന വചനങ്ങൾക്ക്, ഞാൻ ശുശ്രൂഷിക്കുന്ന വചനങ്ങൾക്ക് നിങ്ങളെന്നെ ആയിരക്കണക്കിന് ചീത്ത വിളിച്ചാലും നിങ്ങൾക്കത് സന്തോഷമാകട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. കാരണം നിങ്ങൾ ചീത്ത വിളിക്കുന്നതോറും നിങ്ങളെ പിശാച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഞാനീ വചനമൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാൽ നിങ്ങളെ ചീത്ത വിളിക്കാൻ പിശാച് പ്രേരിപ്പിക്കും. അതുകൊണ്ട് എനിക്കൊരു നഷ്ടവുമില്ല. നഷ്ടം മുഴുവൻ നിനക്കാ. നീ നഷ്ടപ്പെടും, ഞാൻ നഷ്ടപ്പെടും. ഞാൻ ദൈവത്തിന് വന്ന് പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ മഞ്ഞുപാളികൾ എന്ത് ചെയ്തു? മഞ്ഞുപാളികൾ മുകളിലേക്ക് പൊങ്ങി ആ മഞ്ഞുപാളികൾ മഞ്ഞിനെ ഉരുക്കി അത് വലിയ വൻമഴയായി പെയ്തിറങ്ങി ഭൂമിയെ പുഷ്ടി കൊണ്ട് നിറച്ച് അനവധി ധാന്യവും വീഞ്ഞും തന്ന് നിറയ്ക്കുന്ന പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പെയ്തിറങ്ങി കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ഹൃദയഭാഗത്ത് പെയ്തിറങ്ങി നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗം കുളിർമ കൊണ്ട് നിറയപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലം നിന്ന് പുറപ്പെടാൻ തുടങ്ങും. അത് അനേകർക്ക് ഫലം കൊടുക്കാൻ തുടങ്ങും. അനേകർക്ക് ആശ്വാസമായി തീരും. നിന്റെ ഒരു വാക്കുകൊണ്ട് ഒരുപക്ഷെ ചില മനുഷ്യർ വിടുവിക്കപ്പെടും. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടെങ്കിലാണ് നീ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അവിടെ വിടുതൽ. നീ കൈവച്ച സൗഖ്യം ഉണ്ടാകും. ഹല്ലേലൂയ.
നിന്റെ വാക്കിന് പിശാച് അലറിയോടും. ഹല്ലേലൂയ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. 2:11 പറയുന്നത്. അതുകൊണ്ട് സാത്താനെ പരാജയപ്പെടുത്താൻ, സാത്താനെ തോൽപ്പിക്കാൻ, എന്റെ തന്ത്രങ്ങളെ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം പരിശുദ്ധാത്മാവിനെ മഞ്ഞുപോലെ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വെയ്തിറക്കി ആത്മാവിന്റെ ഫലം തന്നിട്ട് പാമ്പുകളെയും തേളുകളെയും പിശാചിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നീ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? നീ ലോകത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാ, സാത്താനെ ജയിക്കാൻ വേണ്ടിയിട്ടാ, പാപത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാ, അന്ധകാരത്തെ ജയിക്കാൻ വേണ്ടിയിട്ടാ, സാത്താൻ ആരാധന ജയിക്കാൻ വേണ്ടിയിട്ടാ, സകല പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുന്നത്. സാത്താൻ ആരാധന പെരുക്കിക്കൊണ്ടിരിക്കുന്നു, സാത്താൻ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ സമയം അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഇഷ്ടംപോലെ സാത്താൻ ഗ്രൂപ്പുകളും സാത്താൻ ശക്തികളും പെരുകുന്നു. ദൈവവചനത്തെ കൂട്ടിമാറ്റി ദൈവവചനത്തെ യഥാർത്ഥമല്ല ദൈവവചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് വിശ്വാസികളെ പോലും തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കാലം നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ദൈവം നിനക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് നീ സാത്താന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിയണം. അതിനെ വിവേചിക്കാനുള്ള അധികാരം നിനക്കുണ്ടായിരിക്കണം. രക്തം ചെയ്യും ഫ്രീസറോ വിശ്വസോത്രം പറഞ്ഞാട്ട്. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്നെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. ആകാശത്തിന്റെ മഞ്ഞ് പോലെ ദൈവം നിന്നെ നിറയ്ക്കാൻ പോകുക. ആകാശത്തിന് മഞ്ഞ് പെയ്ത് ഇറങ്ങുന്നത് നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക. നീ കൃഷിക്കാരനാണെങ്കിൽ നീ ഒരു കാർഷിക മേലെ പണിയെടുക്കുന്ന നിന്റെ ഭൂമിയെ ദൈവം സ്തോത്രം നിന്റെ ഭൂമിയെ ദൈവം പുഷ്ടി കൊണ്ട് നിറയ്ക്കാൻ പോകുക. ഇതുവരെ നീ കൃഷി ചെയ്തിട്ട് ഫലം പുറപ്പെടുവിക്കാതെ തരിച്ച് നിലമായി അത് കിടന്നിരുന്നെങ്കിൽ നീ എത്ര പണിതിട്ട് നിന്റെ ഭൂമിക്ക് ഫലം തരുവാൻ കഴിയാതെ, മണ്ണിൽ നിന്ന് ഫലം കിട്ടാതെ നിന്റെ അധ്വാനമെല്ലാം വെറുതെ പാഴായി പോയിട്ടുണ്ടെങ്കിൽ ഇന്റെ പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ദൈവത്തിന് യഥാർത്ഥമായി നിൽക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നെങ്കിൽ, അല്ലുരിയാം ആകാശത്തിന്റെ മഞ്ഞ് പെയ്തിറങ്ങി ഭൂമിയെ നനച്ച് നിന്റെ ഭൂമിയെ ദൈവം പുഷ്ടിയിലേക്ക് കൊണ്ടുവന്ന് ഭൂമിയിൽ നിനക്ക് ധാന്യവും വീഞ്ഞും ദൈവം തരാൻ പോവുകയാണ്. എന്റെ ഏരിയ നിനക്ക് ദൈവം അനുഗ്രഹം തരാൻ പോകണം. നീ കൃഷിക്കാരനാണെങ്കിൽ, നീ ക്ഷീരമേഖലയിലായിരിക്കുന്നവരാണെങ്കിൽ, നീ ഏത് ജോലിയിലായിരിക്കുന്നു അതിനെ ദൈവം നിറയ്ക്കാൻ പോകും. യാക്കോബിന് കൊടുത്ത അനുഗ്രഹത്തെ ദൈവം നിനക്ക് തരാൻ പോകുക. നിന്റെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കാൻ പോകുക. നാളുകളായി നീ വിലപിച്ചുകൊണ്ടിരിക്കുന്ന, നാളുകളായി നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് യേശു അത്ഭുതം ചെയ്യാൻ പോകുക. ഇന്ന് പകൽ നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദിവസമാണ്. നീ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഇന്ന് പകൽ ദൈവത്തിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഫേസ്ബുക്കില് അല്ലെങ്കിൽ വാട്സപ്പിലും ഒക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിങ്ങനെയാ, വേറെ നാടിന്റെ ഒരു പോസ്റ്റ്. അതിങ്ങനെയാ, നിനക്കുള്ള അനുഗ്രഹങ്ങൾ 2 പർവ്വതങ്ങൾക്കിടയിലായിരുന്നാലും അത് നിന്റെ അരികിലേക്ക് തന്നെ എത്തുന്നു. നിനക്കുള്ള അനുഗ്രഹങ്ങൾ അത് 2 പർവ്വതങ്ങൾക്കിടയിലായിരുന്നാലും അത് നിനക്ക് തന്നെ. അതുപോലെ തന്നെ നിനക്ക് അല്ലെങ്കിൽ നിനക്കുള്ള അനുഗ്രഹം നിന്റെ 2 ചുണ്ടുകൾക്കിടയിലായിരുന്നാലും നിനക്കുള്ള അനുഗ്രഹം അല്ലെങ്കിൽ അത് കിട്ടത്തില്ല. അപ്പൊ നിനക്കുള്ള അനുഗ്രഹം 2 പർവ്വതങ്ങൾക്കിടയിൽ ഇരുന്നാലും അത് നിനക്ക് കിട്ടും. പക്ഷെ നിനക്കുള്ള അനുഗ്രഹം അല്ലാത്തതാണെങ്കിൽ നിന്റെ 2 ചുണ്ടുകൾക്കിടയിൽ ഇരുന്നാൽ അത് കിട്ടത്തില്ല. ഹല്ലേലൂയ. നിനക്കുള്ളത് മാത്രമേ നിനക്ക് കിട്ടത്തുള്ളൂ. നിനക്കില്ലാത്തതിനെ ദൈവം തരത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവം നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. നിന്റെ ഭൂമിയെ ദൈവം പുഷ്ടി കൊണ്ട് നിറയ്ക്കാൻ പോകുക. ധാന്യം വിളയാൻ പോകുക. കഴിഞ്ഞ കാലങ്ങളിൽ നീ നട്ടു വളർത്തിയ ധാന്യം നട്ടു വളർത്തിയ അല്ലെങ്കിൽ നീ പരിപാലിച്ച് വളർത്തിയതിന്റെ കൃഷിക്കകത്ത് നീ വേണ്ടത്ര ഫലം കണ്ടിട്ടില്ലെങ്കിൽ, നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നീ വിതയ്ക്കുന്ന കാലം തൊട്ട് ദൈവം മഞ്ഞുകൊണ്ട് നിറച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നീ കൊയ്തെടുക്കാൻ ചെല്ലുമ്പോൾ ധാന്യം നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവേ, വിദേശ രാജ്യത്ത് കടന്നുപോയി കഷ്ടം സഹിക്കുന്ന അനവധി ആളുകളെ പലപ്പോഴും വിളിക്കാറുണ്ട്. കടമാണ് ബസ്സേ, സങ്കടമാണ്, ജീവിതത്തിൽ ഒന്നുമില്ല, കടക്കണിയാണ്, ഇനി എന്ത് ചെയ്യും, വിസ പുതുക്കി കിട്ടുന്നില്ല, പാസ്പോർട്ട് പുതുക്കി കിട്ടുന്നില്ല, ജോലി നല്ലത് കിട്ടുന്നില്ല, ജീവിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്ന പലരും എന്നോട് വിളിക്കാറുണ്ട്. അവർ പലരും വിശ്വാസികളല്ല. ഇന്ന് പകൽ നിങ്ങളോടും പറയട്ടെ, നീ കർത്താവാൻ യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുത്തുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ നീക്കിക്കളഞ്ഞിട്ട് പ്രാകൃതനും ചെടിക്കാനുള്ള സ്വഭാവത്തിൽ നീ മാറിയിട്ട് നീ ഒരു ആത്മീയനായി മാറണം. ആത്മീയനായി മാറണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മഞ്ഞുപോലെ നിന്റെ മേൽ പെയ്തിറങ്ങി നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന യേശുവിനോട് വിട്ടുകൊടുക്കുന്നെങ്കിൽ നിന്റെ
ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവത്തെ ദൈവം മാറ്റിയിട്ട് മലവാടിയാക്കി തരാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അത് നിന്റെ ജീവിതത്തിന് മരുഭൂമി ദൈവം മാറ്റാൻ പോവുകയാണ്. ശൂന്യത ദൈവം മാറ്റാൻ പോവുക. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് പ്രിയ അതിരാവിലെ കർത്താവിനെ എന്റെ സന്നിധി എഴുതിട്ട് പ്രാർത്ഥിച്ചിട്ട് നീ പറയണം, കർത്താവേ, ആകാശത്തിൽ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണം. എന്റെ ജോലിയിലെ, യാത്രയിലെ, വാഹനത്തിലെ, എന്റെ ശുശ്രൂഷയില്, എന്റെ തലമുറയിലെ, എന്റെ കുടുംബ ജീവിതത്തിനകത്ത്, എന്റെ കൃഷിക്കകത്ത്, എന്റെ ആടുമാട് കന്നുകാലികളിൽ ഞാനായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മേഖലകളിലും ദൈവമേ, ആകാശത്ത് നിന്ന് മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ഇറങ്ങി എന്റെ പുഷ്ടിയിലേക്ക് കൊണ്ടുവരണമേ. എന്റെ ഭവനത്തെ ധാന്യം കൊണ്ട് നിറയ്ക്കണം. എന്റെ ഭവനത്തിൽ വീഞ്ഞ് കുറയരുത് എന്ന് പറഞ്ഞാൽ, വീഞ്ഞെന്ന് പറഞ്ഞാൽ മദ്യപാനമല്ല ഇവിടെ കേട്ടോ. മദ്യമല്ല ഇവിടുന്ന് കിട്ടാൻ ബീവറേജിന്റെ വീഞ്ഞല്ല, ആത്മാവിന്റെ വീഞ്ഞ്. ലേലിയ പരിശുദ്ധാത്മാവാകുന്ന കഴിഞ്ഞ ലേലിയ നിന്റെ ഉള്ളിൽ നിറയണം കേട്ടോ, രക്തം ചെയ്യും. ലേലിയ. അതുകൊണ്ട് ഇസ്രായേൽ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ, ഇസ്രായേൽ മരുഭൂമിയിലൂടെ നടന്നു വന്നപ്പോൾ പ്രഭാത സമയത്ത് പാളയത്തിന് ചുറ്റും മഞ്ഞു പൊഴിഞ്ഞു കിടക്കുന്ന കണ്ടു. വീണ് കിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലാവരും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ചു മഞ്ഞുപോലെ നിരത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷിപ്പാട് ആഹാരമാണ്. പുറപ്പാട് പുസ്തകം 16-14 വായിക്കുകയാണെങ്കിൽ ആ മഞ്ഞ് ഇസ്രായേലിന്റെ ഭക്ഷണമായ മഞ്ഞയെ കൊണ്ടുവന്നു. ആ മഞ്ഞ് എന്ത് കൊടുന്നു? ആകാശത്തിൽ പെയ്തിറങ്ങിയ മഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടു? 40 വർഷം ഇസ്രായേൽ മക്കൾ വഴി കഴിക്കുവാനുള്ള ആ മഞ്ഞ് കൊണ്ടുവന്നു. ആ ഭൂമിയിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മഞ്ഞ കേടായി പോകാതെ ഈ മഞ്ഞ് കൊണ്ട് പൊതിഞ്ഞു. ഇസ്രായേൽ മക്കൾ രാവിലെ എഴുന്നേറ്റ് വന്ന് മഞ്ഞ് നീങ്ങിക്കഴിയുമ്പോൾ അവർ ഓടിച്ചെന്ന് അവർക്ക് വേണ്ടുന്ന മഞ്ഞ ശേഖരിച്ചിരുന്നു. അതെ, ഈ മഞ്ഞിനകത്ത് മഞ്ഞയുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന വലിയ മഞ്ഞ് നിന്റെ ഉള്ളിൽ നിറഞ്ഞാൽ അതിനകത്ത് ഇസ്രായേൽ മക്കളെ 40 വർഷം പോറ്റിയ മഞ്ഞ ഉണ്ടായിരുന്നത് പോലെ അത് പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് മഞ്ഞ് പോലെ വീതിറങ്ങിയാൽ അതിനകത്ത് നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമുള്ള, നിന്റെ ജീവിതകാലം, നിന്റെ ആയുസ് മുഴുവൻ നിനക്ക് ജീവിക്കാനുള്ള മഞ്ഞയെ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ അത് മേടിക്കാൻ പ്രാപ്തിയുള്ളവനാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി വന്നാൽ സാഹചര്യത്തെ നടത്തിയ ദൈവം നിന്നെ മഞ്ഞയാൽ നിറയ്ക്കും കേട്ടോ, രക്തം ചെയ്യും. അതെ, കണ്ണുകളുടെ ചാട്ടം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇസ്രായേലിന്റെ വർഷമായി മഞ്ഞയെ കൊണ്ടുവന്നു. ആ മഞ്ഞ തേൻ കൂടിയ സ്തോത്രം, തേൻ കൂടിയ അലിയ ദോശയോടൊത്ത രുചിയുള്ളതായിരുന്നു. അതിരാവിലെ കർത്താവർക്ക് ദൂതന്മാരുടെ ആഹാരത്തെ ഇസ്രായേലൊക്കെ കൊടുത്തു. ദൂതന്മാർക്ക് കൊടുക്കുന്ന ആഹാരം ഇസ്രായേലിന് കൊടുത്തത്. അതെ, നിന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. കഷ്ടതയുടെ സങ്കടത്തിന് കണ്ണുനീരുടെ കടന്നു പോകുന്ന പ്രിയരെ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന് കണ്ണുനീര് തുടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന മഞ്ഞിനാൽ നീ നിറയപ്പെടുന്ന ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആത്മാവിൽ നിറയ്ക്കുന്ന ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി പ്രാർത്ഥി ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിനും വാർത്തകത്തിനും വൃത്തരും അശ്രമ യാചകോഹന ചോട്ട തടവറയിലായി കഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, വ്യാധികൾ, രോഗങ്ങൾ, സാമ്പത്തിക കടക്കണികൾ, ഭാവി സാമ്പത്തിക നഷ്ടം, ജപ്തി നടപടികൾ, ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ, മഹാവ്യാധികൾ, രോഗങ്ങൾ, ജീവിതത്തിൽ നിരാശകൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, അടിവിടെ കടന്നുപോകുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ജനത്തിന് മനസ്സാന്തം കൊടുക്കണമേ. ജലത്തിന്റെ പ്രവൃത്തി വിട്ട് പ്രാഗന്ധം ചെടിക്കുന്ന സ്വഭാവമാരുടെ ആത്മീയനായി ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ മഞ്ഞുപോലെയുള്ള അനുഗ്രഹത്തെ പരിശുദ്ധാത്മാവ് മഞ്ഞുപോലെ വീതിറങ്ങി കർത്താവിയുടെ അനുഗ്രഹിക്കണമേ. യാക്കോബിനെ ഇസ്ഹാക്ക് അനുഗ്രഹിച്ചതുപോലെ കർത്താവ് യേശുവി ജനത്തെ അവിടെ അനുഗ്രഹിക്കുന്ന സ്വർഗത്തിലെ സകല അനുഗ്രഹത്തെ നിറയ്ക്കണമേ. കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, ഇന്ത്യയിലെ 145 കോടി തലമുറ എണ്ണത്തിൽപ്പെടാത്തവർക്കായി കർത്താവ് ലോക രാജ്യം 700 കോടിയിലധികം ജനം കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങളിൽ നടുക്കടന്നു പോകുന്ന അനവധി ആളുകളെ കർത്താവ് എടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ ഭരണ സംവിധാനങ്ങൾക്കായി അധികമായ വർക്കങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അഴിമതി, കരിച്ചത്, ഒഴുത്ത്, പിടിച്ച്, മോഷണം, ബലാത്സംഗ, അക്രമത്തിലൂടെ രാജ്യത്തെ ചൂഷണം ചെയ്യുന്ന എല്ലാ ദുഷ്ടരെയും
എല്ലാ മതനേതാക്കന്മാരെയും, എല്ലാ സാമൂഹിക സാംസ്കാരിക യാത്ര മധ്യ രീതി രംഗം നിൽക്കുന്ന എല്ലാ സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ, എല്ലാ കർത്താവ്, എല്ലാ കമ്മ്യൂണിസ്റ്റ് ഭരണദോഷ പാർട്ടികളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനത്തിന് കഷ്ടങ്ങൾ മാറ്റി, പ്രയാസം ദുഃഖങ്ങൾ മാറ്റി, കണ്ണുനീര് മാറ്റി, അവർ ദൈവസ്ഥയിലേക്ക് മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ, സുവിശേഷന്റെ ഭാഗമായി തീരുവാൻ ഈ ജനത്തിന് ആത്മീയ കണ്ണ് തുറക്കണമേ. ദൈവമക്കളെ, ദൈവദാസന്മാരെ ദേശത്തെ രാജ്യത്തെ രാഷ്ട്രങ്ങൾ സൂക്ഷിക്കണമേ. ആ കഷ്ടങ്ങൾ വിടിവിക്കണം, ജയിലിൽ കിടക്കുന്ന വിടിവിക്കണമേ പ്രാർത്ഥിക്കുന്നു. സകലമുഖത്ത് വിടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.